ഭൂഗോളത്തിന്റെ ഇച്ചിരി പിടിയോളം ഭാഗത്തിന്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങുപറമ്പാണ്. നന്നാക്കി സ്റ്റൈലാക്കാൻ പറ്റുന്ന ഒരു പഴയ വീടുമുണ്ട്. ദാ ഈ മാങ്കോസ്റ്റിൻ മരത്തിന്റെ തണലിൽ നിന്ന് ഇഷ്ടം പോലെ സാഹിത്യവും എഴുതാം. ആകെക്കൂടെ ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യ, നിങ്ങൾ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താണ് മിസ്സസ് ഫാബി ബഷീർ, രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ. പിന്നെ ദേഷ്യം വരാതിരിക്കോ? എന്തുണ്ടായി പറയൂ. നമ്മുടെ കോഴിക്കുഞ്ഞിനെ ഇറളാട് റാഞ്ചി കൊണ്ടുപോയി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ മനുഷ്യ ഒരു കുലുക്കവും ഇല്ലാത്ത? എറളാടന്റെയും പരുന്തിന്റെയും ഒക്കെ ഭക്ഷണമാണ് കോഴി. ഓ, ഈ മനുഷ്യന്റെ ഒരു കാര്യം. ഇവ മാത്രല്ല, കുറുക്കനും കീരിയും ഉണ്ട് നമ്മുടെ പുരയിടത്തിൽ. നമ്മുടെ കുട്ടികൾ കഴിക്കേണ്ട കോഴിമുട്ടകളൊക്കെ ചേരയും മൂർഖപ്പാമ്പും ഒക്കെയാ അകത്താക്കുന്നത്. അവരും കുറച്ച് കഴിക്കട്ടെ, അവർക്കും ജീവിക്കണ്ടേ? അതുമാത്രോ, നമ്മുടെ തെങ്ങിൽ കായ്ക്കുന്ന കരിക്ക് മുഴുവൻ എലിയും പെരിച്ചാഴിയും കരണ്ട് താഴെയിടുകയാണ്. ഓ, അത് കഷ്ടാണ്. തേങ്ങയ്ക്ക് ഇപ്പൊ തീ വിലയാണ്. ആണല്ലോ, ദിവസവും 10-30 തേങ്ങയാണ് ഇവിടെ കുത്തിയിടുന്നത്. അപ്പോൾ ഒരു മാസം 30 ഗുണം 30 900 എണ്ണം. ഒരു മാസത്തെ നഷ്ടം എത്രയാണെന്ന് കണക്കൂട്ടി നോക്കിയേ. അതിന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയും? നല്ല എലിവിഷം വാങ്ങി പറമ്പിന്റെ പല ഭാഗങ്ങളിലും വെക്കണം. അതും കഷ്ടാണ്. വിഷം കൊടുത്ത് കൊല്ലുക, അത് ചതിയല്ലേ? ഒരു ചതിയും ഇല്ല. നമുക്കും ജീവിക്കണ്ടേ? പറമ്പിലെ കാര്യം പോട്ടെ, വീടിനകത്തൊരു സ്വര്യം തരുന്നില്ല. എവിടെ തിരിഞ്ഞാലും 8 കാലും പല്ലുകളും ഉണ്ട്. തേളും പഴുതാരയും ഒക്കെ അകത്ത് കയറി വരിക. വീടിനകത്ത് പലയിടത്തും ചിതലുണ്ട്. അലമാരിയിൽ ഇരുന്ന എന്റെ ഒരു സാരി മുഴുവൻ ചെതല് തിന്ന് തീർത്തു. ഇവയെല്ലാം ഭവതിയെ പോലെ ഈശ്വര സൃഷ്ടി തന്നെയല്ലേ? അവരും ഈ ഭൂഗോളത്തിന്റെ അവകാശികളാണ്. അതുകൊള്ളാം. ദേ, എന്റെ സാരി മാത്രല്ല, നിങ്ങളുടെ പുസ്തകങ്ങളും അലമാരിയിലെ ഫയലുകളും വരെ ചെതല് തിന്നു തുടങ്ങി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ നിങ്ങൾ ഇവിടെ ഇരുന്ന് എഴുതണ വിശ്വസാഹിത്യമൊക്കെ ഇല്ലേ ചെതലിന്റെ ഭക്ഷണമാകും. ഹിംസ എന്നെ കൊണ്ട് വയ്യ. ഒരു ജീവിക്ക് ഉപദ്രവം വരുത്താതെ കഴിയണം എന്നാണ് എന്റെ ആഗ്രഹം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ ഉപദ്രവിക്കണം. അത് വേണ്ട. ദൈവം തമ്പുരാൻ എന്തു പറയും? നമ്മൾ ഈ പ്രപഞ്ചത്തിലെ ജീവികളിൽ ഒന്ന് മാത്രമാണ്. മനുഷ്യന് ഇവിടെ പ്രത്യേകമായി ഒരു അവകാശവും ഇല്ല. എനിക്ക് എല്ലാറ്റിനോടും സ്നേഹമാണ്. പൂക്കളോടും കിളികളോടും സർവചരാചരങ്ങളോടും സ്നേഹം മാത്രം. എനിക്ക് ഈ പ്രപഞ്ചങ്ങളെയെല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട്. തൽക്കാലം ഞാനും മക്കളുമാണ് പ്രപഞ്ചം എന്ന് വിചാരിച്ചാ മതി. അത്രയ്ക്കങ്ങ് ചെറുതാകാൻ വയ്യ. എന്നാലേ അങ്ങ് വലുതായിക്കോ, വലിയ മുട്ട. എന്നാലും ജീവികളെ ഉപദ്രവിക്കുക കൊല്ലുക എന്നൊക്കെ പറയുമ്പോ സാർ ഇവിടെ അഹിംസയും കെട്ടിപ്പിടിച്ചിരുന്നോ? ഞാൻ പോയി വല്ല എലിവിഷവും വാങ്ങി വീടിന് ചുറ്റും വെക്കാൻ പോവാ. അരുത്. നിങ്ങളുടെ കുറുമ്പ് കുറെ കൂടുന്നുണ്ട്. പ്രിയ സഹജീവികളെ, നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പുരയിടത്തിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. അവിടെ നിങ്ങൾ സമാധാനമായി കഴിഞ്ഞോളൂ. ഈ ഉള്ളവനും ഭാര്യയും മക്കളും വസിക്കുന്നിടത്ത് കയറി വന്ന് ശല്യം ഉണ്ടാക്കരുത്. സഹജീവികളെ മാപ്പാക്കണം. വേറെ വഴിയില്ലായിട്ടാണ്. എന്തായാലും യുദ്ധം അവസാനിച്ച് തൽക്കാലം ശാന്തി കൈവന്നെന്ന് തോന്നുന്നു. ഇനി അല്പം വിശ്വസാഹിത്യം കാച്ചിക്കളയാം. നീയും ഞാനും എന്ന യാഥാർത്ഥ്യത്തിൽ ഒടുവിൽ നീ മാത്രം അവശേഷിക്കാൻ പോകുന്നു. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം അടുത്തു കഴിഞ്ഞു. അയ്യോ,
കഴിഞ്ഞില്ലേ? ഇനി എന്താ? നമ്മുടെ പൂച്ചക്കുഞ്ഞെ എലിയെ കൊല്ലാൻ വിഷം വെച്ചപ്പോ അത് തിന്ന്. അയ്യോ ചാച്ച, ഞങ്ങളുടെ കോഴി വാവാ. അത് കണ്ട. യുദ്ധാവസാനം കണക്കെടുപ്പ് നടത്തിയപ്പോൾ എത്ര തലകൾ വീണു? 100 എലികൾ, 200 എട്ടുകാലി, 500 പാറ്റ, 900 ഉറുമ്പുകളും. പിന്നെ നമ്മുടെ മുട്ടയിടുന്ന കോഴികൾ 4, അണ്ണാൻ 7, പൂച്ച 1. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഹിംസ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്? വാളെടുത്താൽ വാളാൽ എന്നാണ് പ്രമാണം. വാളല്ല, തോക്കാണ് ഇനി എടുക്കാൻ പോകുന്നത്. ദൈവമേ, തോക്കോ? ആ, നമ്മുടെ തേങ്ങ മുഴുവൻ കൊത്തിയിടുന്ന വില്ലൻ എലിയല്ല, പെരുച്ചാഴിയുമല്ല, പിന്നെ വവ്വാൽ. ഞാൻ വിഷം വെച്ച എലിയെ കൊന്നിട്ടും തേങ്ങ തുരന്നിടുന്നതിന് ഒരു കുറവുമില്ല. അപ്പോഴാണ് ഞാൻ രാത്രിയിൽ ടോർച്ച് അടിച്ചു നോക്കിയത്. 100 കണക്കിന് വവ്വാലുകൾ രാത്രിയിൽ വന്ന് കരിക്കുകൾ തിന്നു പോകുന്നു. പടച്ചോനെ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയാനാ? ഭഗവാൻ എപ്പോഴും ഭാവനാലോകത്തല്ലേ. ഇനി എന്ത് ചെയ്യും? ഇന്ന് വൈകുന്നേരം വവ്വാലുകൾ അമ്പലമറ്റത്തെ ആൽമരത്തിൽ വന്ന് ചേക്കേറുമ്പോൾ എല്ലാത്തിനും വെടിവെച്ചു കൊല്ലും ഞാൻ. നീയോ? ഞാനല്ല, എന്റെ മാമാന്റെ മോൻ. അവന്റെ കയ്യിൽ വമ്പൻ ഒരു തോക്കുണ്ട്. വെടിപൊട്ടിയാലേ മഴ പോലെ ഉണ്ടകൾ ചിതറും. ഒരു വെടിക്ക് 50 വവ്വാലെങ്കിലും ചാവും. അരുത്. തോക്ക് പാപത്തിന്റെ പ്രതിരൂപമാണ്. മനുഷ്യൻ തോക്ക് കണ്ടുപിടിച്ചത് തന്നെ വലിയൊരു തെറ്റായി പോയി. നിങ്ങൾ ഈ തത്വപ്രസംഗം വവ്വാലുകളുടെ മുന്നിൽ പോയി നടത്ത്. അവനും കൂട്ടരും ഇപ്പൊ വരും, എല്ലാത്തിനെയും ശരിയാക്കുന്നുണ്ടെന്ന്. വവ്വാലുകളെ, മാപ്പ്. നിങ്ങളുടെ രക്തത്തിന് എനിക്ക് പങ്കില്ല. ദൈവം നമ്പുരാനെ, ഞാൻ എന്ത് ചെയ്യാനാ? ആ കശ്മല സംഹാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ നിരപരാധിയാണ്. വവ്വാലുകളെ, നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. വവ്വാലുകളെ വെടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളാണ് വവ്വാലുകൾ. ആത്മാക്കളെ തൊട്ട് കളിച്ചാൽ ആക്കണി തീക്കളി സൂക്ഷിച്ചോ. അയ്യടാ, ഞങ്ങളുടെ തേങ്ങ മുഴുവൻ ഈ വവ്വാലുകളുണ്ടല്ലോ. ഒരു തേങ്ങയും പറയണ്ട. തോക്കുമായി വേഗം സ്ഥലം വിട്ടോ. ഇല്ലേലും ഇവിടെ ഒരു കലാപമുണ്ടാകും. വേഗം വേഗം വിട്ടോ. ഓക്കെ ചേട്ടാ. ആ, ശരി ശരി. വാടാ, നമുക്ക് പോവാം. കൊള്ളാം, നല്ല രസികനാശയം. മരിച്ചുപോയവരുടെ ആത്മാക്കളാണത്രേ കടവാവലുകൾ. അന്ധവിശ്വാസമാണെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. വവ്വാലുകളുടെ ജീവൻ രക്ഷപ്പെട്ടു. പ്രിയമുള്ളവരെ, വവ്വാലുകൾ ആരുടെയും ആത്മാക്കളല്ല. പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ ഒന്ന് മാത്രം. പറന്നു നടക്കാൻ കഴിയുന്ന ഒരു സസ്തനി. അന്ധവിശ്വാസങ്ങളെ ഭ്രാന്ത് പോലാക്കി ആരും ആരെയും കൊല്ലാൻ ഇടയാകരുത്. കരിക്ക് നശിക്കട്ടെ, തേങ്ങ നശിക്കട്ടെ, സാരമില്ല, ബാക്കിയുള്ളത് മതി. ഭൂമിയിൽ വിളയുന്ന വിഭവങ്ങളിൽ എല്ലാ ജീവികൾക്കും എന്ന പോലെ വവ്വാലുകൾക്കും അവകാശമുണ്ട്. ഓർക്കുക, സർവചരാചരങ്ങളും ഭൂമിയുടെ അവകാശികൾ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവനിലും നമ്മൾ ദൈവത്തിന്റെ മുഖം തന്നെയാണ് ദർശിക്കേണ്ടത് എന്ന വലിയ പാഠമാണ് ഈ കൊച്ചു നാടകത്തിലൂടെ പങ്കുവെക്കുന്നത്. ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർക്കാണ് പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവചൈതന്യം കാണാനും അതിനോട് സംസാരിക്കാനും കഴിയുക. അങ്ങനെ സംസാരിച്ച ഒരു വിശുദ്ധനെ, വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ നമുക്ക് ഈ നിമിഷം ഓർക്കാം. സൂര്യനും ചന്ദ്രനും സകല ജീവജാലങ്ങളും അദ്ദേഹത്തിന് സഹോദരങ്ങളായിരുന്നു. പരിസ്ഥിതിയുടെ കാവൽ വിശുദ്ധനായി അദ്ദേഹം അറിയപ്പെടുന്ന പക്ഷികളോട് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച കഥ പ്രസിദ്ധമാണ്. പ്രകൃതി വിഭവങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി